ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ അവസാനത്തെ ഒരു ഏരിയ ആണ്. ദാറ്റ് ഈസ് CHAPTER-9 പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്സ്, PFRDA, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് IRDA. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ടെൻഷനൊന്നും ആവേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ക്രിയേറ്റഡ് വിത്ത് ദ പേർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ഓൾഡ് ഏജ്. അപ്പോൾ ഒരുപാട് പേരുണ്ടല്ലേ, യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കും, അവരുടെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. എന്നാൽ ഒരു ഓൾഡ് ഏജ് ഒക്കെ ആവുന്ന സമയത്ത് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഇതെല്ലാം നമുക്ക് വരും. അത്ര എനർജി ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൾഡ് ഏജിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ജനറലി വൺ കോൺട്രിബ്യൂട്ട്സ് ഇൻ ദീസ് ഫണ്ട്സ് വെൻ വൺ ജോയിൻസ് ആസ് എൻ എംപ്ലോയി. അതായത് നമ്മളൊരു കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ട് ജോയിൻ ആവുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദ കോൺട്രിബ്യൂഷൻസ് ആർ മെയ്ഡ് ഓൺ എ മന്ത്ലി ബേസിസ് റെഗുലർലി. നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത്, അതായത് മന്ത്ലി ബേസിസിൽ നമുക്ക് സാലറി കിട്ടുക. അങ്ങനെ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു സാലറി ബേസ്ഡ് അല്ലെങ്കിൽ ഒരു മന്ത്ലി ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ദ മെയിൻ പർപ്പസ് ഈസ് ടു ഹെൽപ്പ് എംപ്ലോയീസ് സേവ് എ പാർട്ട് ഓഫ് ദെയർ സാലറി എവറി മന്ത് ടു ബി യൂസ്ഡ് അറ്റ് റിട്ടയർമെൻറ്റ് ഓർ ഇൻ ആൻ ഇവൻറ്റ് ദാറ്റ് ദ എംപ്ലോയി ഈസ് ടെമ്പററിലി അൺഫിറ്റ് ഓർ നോ ലോങ്ങർ ഫിറ്റ് ടു വർക്ക്. അപ്പോൾ ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ളൊരു സംഭവമേ ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി നമ്മൾ എന്തായാലും അത് ഏതെങ്കിലും രീതിയിൽ അതിനെന്ത് വരും, ഒരു ഉപയോഗം വന്നിട്ട് അതങ്ങ് തീർന്നു പോകും. നമുക്കത് ഫ്യൂച്ചറിലേക്ക് ഒരു രീതിയിലും കരുതി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സാലറിയുടെ ഒരു ചെറിയ പാർട്ടാണെങ്കിൽ ചെറിയ പാർട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ അൺഫിറ്റായി പോകും, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര ഏബിൾ അല്ലാതിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. The investment made by a number of people or employees are pooled together and invested by a trust. ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഇതിലേക്ക് നമ്മൾ ഇടുന്ന പൈസ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ആക്കുന്ന സമയത്ത് അത് പൂൾ ടുഗെദറായിട്ട് ഒരു വലിയ ഫണ്ടായിട്ടത് മാറും. ഓക്കെ, അതൊരു ട്രസ്റ്റ് വഴി നമുക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി, ഇൻവെസ്റ്റഡ് ബൈ എ ട്രസ്റ്റ്. ഓക്കെ, അപ്പം ഇൻ ഇന്ത്യ ദർ ആർ ഫോളോയിങ് ടൈപ്സ്. ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് പറയാം. ഒന്ന് നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, അതിനെ GPF എന്ന് വിളിക്കും. അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അതിനെ നമുക്ക് EPF എന്ന് വിളിക്കാം. ദെൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് എന്ത് പറയാം, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടൈപ്പ് പറയാം. വേറെയും ടൈപ്സ് ഉണ്ട്, എന്നാലും മേജറായിട്ട് ഇതൊന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ GPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ മോർ കോമൺലി നോൺ ആസ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട്. അതുകൊണ്ടാണ് ഈ GPF എന്നുള്ള പേര് വന്നത്. ഈ നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് GPF എന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണം ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട്
എന്നുള്ള പേരും കൂടി അതിനുള്ളത് കൊണ്ടാണ്. സോ ദീസ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് ആർ ഗവേൺഡ് ബൈ ദ GPF ആക്ട് 1925 ആൻഡ് GPF റൂൾസ് ബൈ സെൻട്രൽ സർവീസസ് റൂൾസ് 1960. അപ്പോൾ ഈ GPF വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഗവേൺ ചെയ്യുന്ന, അതിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതെല്ലാം GPF ആക്റ്റും അതുപോലെ തന്നെ GPF റൂൾസും പ്രകാരമാണ്. These funds are generally meant for central and state government employees. അപ്പോൾ ഇത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. പ്രൈവറ്റ് സെക്ടറിനൊന്നും നമ്മളിത് പറ്റുന്നില്ല. സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്, സംസ്ഥാന കേന്ദ്ര തലത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനുള്ള ഫണ്ടാണ് ഈ നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ GPF എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻസ് ടു ദീസ് ഫണ്ട്സ് ആർ സോൾലി ബൈ എംപ്ലോയീസ്. അതുകൊണ്ടാണ് നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസ് മാത്രമാണ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വേറൊരു കൂട്ടരും കൂടി എംപ്ലോയറും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടുകളുണ്ട്. പക്ഷേ ഇവിടെ എംപ്ലോയീസ് മാത്രമേ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. എംപ്ലോയർ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓൺലി എംപ്ലോയി സോൾലി ആണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് EPF എന്ന് വിളിക്കാം, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആൻഡ് നോട്ട് ടു ദോസ് വർക്കിംഗ് ഇൻ ഗവൺമെൻറ് സെക്ടർ. അപ്പോൾ ഈ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി സെക്ടറിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിലാണ് ഇത് എന്താ ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ആൻഡ് ഇത് ഗവൺമെൻറ് സെക്ടറിലേക്ക് മീൻ ചെയ്തിട്ടുള്ള കാര്യമല്ല. Both the employer as well as the employee contributes to these funds, and the accumulated amount along with interest is paid to employees in the event of their death or when they exit from service. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എംപ്ലോയറും എംപ്ലോയിയും രണ്ട് പേരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബോത്ത് the employer and the employee contributes to this fund. ആൻഡ് ഇത് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പം കുറേ കഴിയുമ്പോൾ ഇതൊരു അക്യുമുലേറ്റഡ് ഒരു എമൗണ്ട്, ഇതിങ്ങനെ ഓരോ മാസവും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൂട്ടി ഒരു വലിയൊരു എമൗണ്ട്, അതും പ്ലസ് ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് എംപ്ലോയീസിന് ഇത് പ്രൊവൈഡ് ചെയ്യും. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ടൈം പറയുന്നുണ്ട്. ഒന്നെങ്കിൽ എംപ്ലോയിൻ്റെ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് എംപ്ലോയിയുടെ ലീഗൽ ഹെയർസിന് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴാണോ ഈ എംപ്ലോയി സർവീസിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്, സർവീസിൽ നിന്ന് പിരിയുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷൻ എപ്പോഴാണ് അപ്പോൾ കൊടുക്കും. ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ലീഗൽ ഹെയർസിനോ കൊടുക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടാണ്. ഇതെന്ന് പറയുന്നത് ഇതൊരു ടാക്സ് ഫ്രീ സേവിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 1968. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ടിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1968 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ ഷോർട്ടാക്കി വിളിക്കുന്ന പേരാണ് PPF. PPF scheme is one of the most tax efficient instruments in India because deposits made towards PPF accounts can be claimed as a tax deduction. അപ്പോൾ ഇന്ത്യയിൽ ടാക്സ് എഫിഷ്യൻസിയുമായി കണക്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ടാക്സ് എഫിഷ്യൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് PPFനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PPFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ഡിഡക്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യാറ്, ടാക്സ് ഡിഡക്ഷൻ്റെ ക്ലെയിമായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച് ടു എൻകറേജ് സേവിങ്സ് എമംഗ് ഇന്ത്യൻസ് ഇൻ ജനറൽ ആൻഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഓൾഡ് ഏജ് ഇൻ പെർട്ടിക്കുലർ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻസിൻ്റെ സേവിങ്സ് ഹാബിറ്റ് എൻകറേജ് ചെയ്യാനും പിന്നെ അവർ ഓൾഡ് ഏജ് ഒക്കെ ആവുന്ന സമയത്ത് അവർക്കൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ
ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഏജിൽ സാധിക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ലോഞ്ച് ചെയ്തത്. അത് അങ്ങനെ ഒരു ക്രിയേഷൻ തന്നെ വന്നിട്ടില്ല. ഇൻഡിവിജ്വൽസ് ഹു ആർ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആർ എലിജിബിൾ ടു ഓപ്പൺ ദെയർ അക്കൗണ്ട് അണ്ടർ ദ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് ഇത് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഹു ആർ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്, നെയിംലി നോൺ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, in short it is GPF, General Provident Fund, second one Contributory Provident Fund or EPF, and third one Public Provident Fund, PPF. Clear? Okay, fine. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് PPFൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പോൾ PPF കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ PPFൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആദ്യം പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ PPF അക്കൗണ്ട്സ് ആർ നോട്ട് ടാക്സബിൾ. ആൻഡ് ഇതിൻ്റെ ഒരു കാലാവധി ടെന്യൂർ എന്ന് പറയുന്നത് 15 years അക്കൗണ്ട് കണ്ടിന്യൂസ് ഈസ് അലൗഡ് ബിയോണ്ട് മെച്യൂരിറ്റി ഓഫ് 5 years at every renewal with or without making additional deposit. അതായത് 5 വർഷം വരെ റിന്യൂ ചെയ്യേണ്ട, അതിനുശേഷം 15 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, റിന്യൂ ചെയ്തിട്ട് കൊണ്ടുപോകാം. വേണമെങ്കിൽ അഡീഷണൽ ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആനുവൽ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ₹500 to 1.5 lakh ആണ് പെർ ഇയറിൽ. പിന്നെ ഡെപ്പോസിറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഹാസ് ടു ബി മെയ്ഡ് എവറി ഇയർ ഫോർ 15 years ടു കീപ് ദ എമൗണ്ട് ആക്റ്റീവ്. നമ്മൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 15 years എല്ലാ വർഷവും അതൊന്ന് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് അതിനെ ആക്റ്റീവാക്കി വെക്കുന്ന ഒരു കാര്യം ഇതിൽ വരുന്നുണ്ട്, ഫ്രീക്വൻസി കൂടാൻ വേണ്ടിയിട്ട്. ആൻഡ് വിഡ്രോവൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പാർഷ്യൽ പ്രീമച്യൂർ വിഡ്രോവൽസ് ക്യാൻ ബി മെയ്ഡ് എവറി ഇയർ. ഫ്രം 7th year വിഡ്രോവൽസ് ആർ സബ്ജക്റ്റ് ടു കണ്ടീഷൻ. അതായത് എല്ലാ വർഷവും നമുക്ക് വേണമെങ്കിൽ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന്. എന്നാൽ 7th വർഷമാവുന്ന സമയത്ത് ചില കണ്ടീഷൻസ് വരുന്നുണ്ട്. പിന്നെ ടാക്സ് അഡ്വാൻറ്റേജസുകളുണ്ട്. ലൈക്ക് ഡെപ്പോസിറ്റ്സ് എമൗണ്ട് ആർ ടാക്സബിൾ ഡിഡക്ട് അണ്ടർ സെക്ഷൻ 80C ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. വിഡ്രോവൽസ് ആർ എക്സംപ്റ്റഡ് ഫ്രം വെൽത്ത് ടാക്സ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിഡക്ഷൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ കുറേ ഡിഡക്ഷൻസ് ഉണ്ട്. അതിൻ്റെ 80Cയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്സ് അഡ്വാൻറ്റേജ് ആണ് ഈ PPF എന്ന് പറയുന്നത്. പിന്നെ നോമിനേഷൻ അലൗഡ് ഓൺ ഓപ്പണിംഗ് ദ അക്കൗണ്ട് ഓർ ആഫ്റ്റർ. നമുക്ക് നോമിനേഷൻ എന്ന് പറയുമ്പോൾ നോമിനേഷൻ അലൗഡ് ആണ്. ഒന്നെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ നോമിനേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ശേഷം ആയാലും നോമിനി കൊടുക്കാവുന്നതാണ്. പിന്നെ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫണ്ട്സ് ഓർ അക്കൗണ്ട്സ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ പീപ്പിൾ ബട്ട് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ബാങ്ക് ബ്രാഞ്ചസ് ഓർ പോസ്റ്റ് ഓഫീസ് ഫോർ ഫ്രീ. നമുക്ക് ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞ ആൾക്ക് B എന്ന് പറഞ്ഞ ആളുടെ പേരിലേക്ക് അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു ബാങ്കിലാണുള്ളതെങ്കിൽ അത് B എന്ന് പറഞ്ഞ ബാങ്കിലേക്ക്, അല്ലെങ്കിൽ A എന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് B എന്ന പോസ്റ്റ് ഓഫീസിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വരുന്ന കാര്യം ലോൺ ഫെസിലിറ്റിയാണ്. ലോൺസ് ക്യാൻ ബി അവൈൽഡ് എഗെയിൻസ്റ്റ് വൺസ് ഹെൽഡ് ഇൻ PPF അക്കൗണ്ട് ഫ്രം year 3 to 6. 3 വർഷം മുതൽ 6 വർഷം വരെ നമുക്ക് ഈ PPF ഫണ്ടിലുള്ള എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ PPF നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ് ടു 3 to 6 years. ആൻഡ് റിന്യൂവൽ, ഇതിൻ്റെ റിന്യൂവൽ എന്ന് പറയുന്നത് റിന്യൂവൽ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്കീം ഈസ് അലൗഡ് ഫോർ എൻ എക്സ്ട്രാ 5 years അറ്റ് എ ടൈം. ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈം 5 വർഷത്തേക്ക് വരെ നമുക്ക് ഈ ഒരു സ്കീം റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് PPFൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി PPFൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദീസ് അക്കൗണ്ട്സ് സെർവ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ്. ഇതൊരിക്കലും നമ്മൾ പ്രൈമറി മാർക്കറ്റിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടേം ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല PPF എന്ന് നമ്മൾ കരുതുന്നത്. അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട്. ചെറിയൊരു കാലത്തേക്കുള്ള
നേട്ടമൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ PPF സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എഫക്റ്റീവ് റിട്ടേൺസ് ടെൻഡ് ടു ബി മോർ അട്രാക്റ്റീവ് ആസ് കമ്പയർഡ് ടു ബാങ്ക് FDs. നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേണും നമ്മൾ PPFൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന റിട്ടേണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. PPFൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനാണ് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതായത് ഇത് ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് ബാങ്ക് FDനെക്കാട്ടും ഏതാണ് PPF ആണെന്നാണ് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ടാക്സ് ഫ്രീ റിട്ടേൺസ് ആൻഡ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ മേക്ക് ദിസ് ഐഡിയൽ ഓപ്ഷൻ ഫോർ ബിൽഡിംഗ് എ റിട്ടയർമെൻറ്റ് കോർപ്സ്. അതായത് ഒത്തിരി ടാക്സ് ഫ്രീ ബെനിഫിറ്റ്സ് കിട്ടണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 80C ഡിഡക്ഷൻസ് ഒക്കെ അവൈൽ ചെയ്യുക. അപ്പോൾ ടാക്സ് ഫ്രീ റിട്ടേൺസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങനെ ടാക്സ് ഇവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ PPF എന്ന് പറയുന്നത്. ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റും ഉണ്ട്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് എന്ത് കൊടുക്കണ്ട, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് വിഡ്രോവൽസ് ആൻഡ് ടാക്സ് ഡിഡക്റ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ദ മേജർ അട്രാക്ഷൻ. ഈ ഒരു PPFൻ്റെ മറ്റ് അട്രാക്ഷൻസ് ആണ് ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ട, വിഡ്രോവൽസ് ഉണ്ട്, ഇതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ആൻഡ് ബീയിങ് ഗവൺമെൻറ് ബാക്ക് ദർ ഈസ് ലോ റിസ്ക് ഡീഫോൾട്ട്. അതായത് ഇത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് PPF എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് മറ്റുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ റിസ്ക് ഇതിൽ എന്താണ് കുറവാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കിംഗ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ PPF accounts can be opened at any nationalized public sector banks or post office and select private banks, all of which have wide reach. അപ്പോൾ PPF നമുക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം. അതായത് അങ്ങനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വൈഡർ റീച്ചുള്ള ഇവിടത്തൊക്കെ ഈ ബാങ്കുകളിലൊക്കെ നമുക്ക് PPF എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ആണ്. The employee and employee contribution is maintained by the Employees Provident Fund Organization. Okay, അതായത് എംപ്ലോയി ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ പേരാണ് Employees Provident Fund Organization. It administrates a compulsory contribution provident fund scheme, pension scheme and insurance scheme. The headquarters of EPO is in Delhi. ന്യൂ ഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇതൊരു കമ്പൽസറി കോൺട്രിബ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് സ്കീമാണ്. നിർബന്ധമായും എംപ്ലോയീസ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂ ഡൽഹിയിലാണ്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി EPFO എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ 6ഓളം ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെയാണ്? ദ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇങ്ങനെയൊരു എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഒരു പ്രത്യേക നിയമം പാസ്സാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ ബയലാറ്ററൽ സോഷ്യൽ സെക്യൂരിറ്റി അഗ്രിമെൻറ്റ് വിത്ത് അതർ കൺട്രീസ് ഓൺ എ റെസിപ്രോക്കൽ ബേസ്. അപ്പം ഈ ഒരു ഏജൻസി ആക്ച്വലി ഒരു സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ദ സ്കീംസ് കവർ ഇന്ത്യൻ വർക്കേഴ്സ് ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ വർക്കേഴ്സ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ അങ്ങനെ ഇന്ത്യൻ വർക്കർ വേറെ ഇൻ്റർനാഷണൽ വർക്കർ വേറെ അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ വർക്കേഴ്സിനെയും ഇൻ്റർനാഷണൽ വർക്കേഴ്സിനെയും ഈ ഒരു സ്കീം എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ in terms of the number of covered beneficiaries and the volume of financial transaction undertaken. അതായത് ഒട്ടുമിക്കുള്ള ഒത്തിരി നമ്മൾ നോക്കുന്ന സമയത്ത് സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒത്തിരി ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഹൈ വോളിയം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു ലാർജ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ്
ഓർഗനൈസേഷൻ ആണെന്ന് പറയാം. ആൻഡ് ദ EPFO's അപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഈസ് എ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി. അതായത് EPFOൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആണ്, CBT എന്ന് പറയും. CBTs ആർ കമ്പോസ്ഡ് ടു റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെയും എംപ്ലോയേഴ്സൊക്കെയാണ് ഈ ഒരു CBTയിൽ ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടോട്ടൽ അസറ്റ്സ് അണ്ടർ ദ മാനേജ്മെൻറ്റ് ആർ മോർ ദാൻ 8.5 lakh crore ആസ് ഓൺ 18 March 2016. 2016 മാർച്ച് 18 കണക്കനുസരിച്ചോളം ഈ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 8.5 lakh crores അതായത് 8.5 ലക്ഷം കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ അസറ്റ്സ് വരുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. ക്ലിയർ. പിന്നെ ഈ EPFOൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EPFO ആക്ച്വലി ഒരു എഫിഷ്യൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ഓവർസീ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ EPF ആൻഡ് MP ആക്ട്. EPF ആൻഡ് MP ആക്റ്റും പ്രോപ്പറായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പ്രോപ്പറായിട്ട് ഓവർസീ ചെയ്യുന്ന, ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് EPFO ഓൾസോ ആക്ട് ആസ് എ സർവീസ് പ്രൊവൈഡർ ഫോർ ദ കവേർഡ് ബെനിഫിഷ്യറീസ് ത്രൂ ഔട്ട് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യം ഒട്ടാകെ ഈ EPF എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട് ആസ് ഒരു സർവീസ് പ്രൊവൈഡറായിട്ട്. ബെനിഫിഷ്യറീസൊക്കെ കൃത്യമായിട്ട് കവേർഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എൻഷുർ ചെയ്യുന്നൊരു ഏജൻ്റായിട്ടൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു EPFOയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ EPFOൻ്റെ പവേഴ്സ്, കമ്മീഷൻ, EPFO പവേഴ്സ് ഓഫ് കമ്മീഷൻസ് ഓഫ് EPFOയിലെ കമ്മീഷണേഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത് റെക്കോർഡുകൾ സെർച്ച് ചെയ്യാനും അത് സീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അസസ് ദ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓഫ് ദ എംപ്ലോയറുടെ ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ ലയബിലിറ്റികളൊക്കെ അസസ് ചെയ്യാനുള്ള, വാല്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ഡാമേജസ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ചുമത്താനുള്ള, ലെവി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അറ്റാച്ച് ദ ഓപ്ഷൻ ഓഫ് ദ ഡീഫോൾട്ടേഴ്സ് പ്രോപ്പർട്ടി, അതായത് പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് ചെയ്യാത്തവരുടെ പ്രോപ്പർട്ടികൾ, ഡീഫോൾട്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടികൾ ഓപ്ഷൻ, ലേലം വയ്ക്കാനൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പ്രോസിക്യൂഷൻ ആൻഡ് അറസ്റ്റ് ദ ഡിറ്റക്ഷൻ ഓഫ് സിവിൽ പ്രിസൺ, ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേഷൻസോ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ജയിലിൽ അടയ്ക്കാനൊക്കെ ഉള്ള റൈറ്റ് ഈ ഒരു സ്ട്രക്ചറിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ EPFO ഈസ് ഓർഗനൈസ്ഡ് ഇൻ സോൺസ് വിച്ച് ആർ ഹെഡഡ് ബൈ എൻ അഡീഷണൽ സെൻട്രൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ ഫോർ ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനും അഡീഷണൽ സെൻട്രൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ വരുന്നുണ്ട്. ആൻഡ് ദ സ്റ്റേറ്റ്സ് ഹാവ് എയ്തർ വൺ ഓർ മോർ ദാൻ വൺ റീജിയണൽ ഓഫീസേഴ്സ് ഹെഡഡ് ബൈ ദ റീജിയണൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ വരുന്നുണ്ട് ഓരോ സ്റ്റേറ്റിനും. ആൻഡ് ഒന്നിൽ കൂടുതൽ വരുന്നുണ്ട്. And regions are further subdivided into sub-regions headed by the Regional Provident Fund Commissioner. അത് ഗ്രേഡ് 2 ആണ് വരുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ ഉണ്ട്. ആൻഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഉണ്ട്. ഈ സ്റ്റേഷൻ ടു ഇൻസ്പെക്ട് ദ ലോക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അറ്റൻഡ് ദ ഗ്രീവൻസസ്. ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാനൊക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്, ആളെ എടുക്കുന്ന രീതി ഉണ്ടല്ലോ. ദ കമ്മീഷണർ കാഡർ ഓഫീസേഴ്സ് ആർ റിക്രൂട്ടഡ് ഡയറക്ട്ലി ത്രൂ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSCയിലൂടെയാണ് ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വരുന്നത്, കമ്മീഷണർ കേഡറിൽ വരുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആസ് വെൽ ആസ് ത്രൂ പ്രൊമോഷൻ ഫ്രം ലോവർ റാങ്ക്, താഴ്ക്കടയിലുള്ള ലോവർ റാങ്കിലുള്ളവരെ പ്രൊമോട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്നതുമുണ്ട്. ദെൻ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ആർ ഓൾസോ റിക്രൂട്ടഡ് ഡയറക്ട്ലി in addition to promotion from the staff cadre of the social security assistant. ആ ഒരു ഏരിയയും വരുന്നുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയേക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറാണ്. അതായത് UAN എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത്, യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഓൺ 1st October 2014 പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ Shri Narendra Modi launched Universal Account Number for employees covered by EPFO
ടു എനേബിൾ PF നമ്പർ പ്രോപ്പർലി പോർട്ടബിലിറ്റി. അതായത് 2014 ഒക്ടോബർ 1 പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയാണ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ലോഞ്ച് ചെയ്തത്. ഓരോ എംപ്ലോയീസിനും ഈ EPFOൻ്റെ അണ്ടറിൽ കവേർഡ് ആയിട്ടുള്ള ഓരോ എംപ്ലോയീസിനും ഇങ്ങനെ ഒരു നമ്പർ, ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ PF നമ്പർ പോർട്ടബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് UN എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ. UN എന്ന് പറയുന്നത് ഒരു 12 ഡിജിറ്റ് നമ്പറാണ്, അലോട്ടഡ് ടു ഈച്ച് എംപ്ലോയി ഹു ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു EPFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ എംപ്ലോയിക്കും ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊരു 12 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. ആൻഡ് ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫോർ ഈച്ച് ഓഫ് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് മെമ്പർ ബൈ EPF. ഇതെന്ന് പറയുന്നത് ഓരോ പ്രൊവിഡൻറ്റ് ഫണ്ട് മെമ്പർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്പർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ UN വിൽ ആക്ട് ആസ് എൻ അംബ്രല്ല ഫോർ ദ മൾട്ടിപ്പിൾ മെമ്പർ IDs allotted to individual by different establishment. UN എന്ന് പറയുന്നത് ഒരു അംബ്രല്ല പോലെയാണ്. അതായത് ഒത്തിരി കാര്യങ്ങൾ അത് അതിൻ്റെ ഉള്ളിൽ വരുത്തുന്നുണ്ട്. IDs ഡിഫറെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലുള്ള ഇൻഡിവിജ്വൽസിന് കൊടുത്തിട്ട് അത് ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് വരുന്നതാണ് UN എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരുപോലെ തന്നെ ഇരിക്കും. ഇറ്റ് റിമെയിൻസ് സെയിം ത്രൂ ദ ലൈഫ് ടൈം ഓഫ് എൻ എംപ്ലോയി. ആ ആൾ അവിടുത്തെ എംപ്ലോയി ആയിട്ട് തുടരുന്ന കാലത്തോളം അത് റിമൈൻ ആവും. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഓഫ് ജോബിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഈ നമ്പർ ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ആൻഡ് EPFO ഹാസ് നൗ സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് റീഫണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ഇഫ് ഓൾ ദ KYC എന്ന് വെച്ചാൽ നോ യുവർ കസ്റ്റമർ ഡീറ്റെയിൽസ് ആർ അപ്ഡേറ്റഡ് ഫോർ ഓൾ എംപ്ലോയീസ്. അപ്പോൾ EPFO ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസിൻ്റെ അതിൽ KYC ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് എംപ്ലോയീസിൻ്റെത് അപ്ഡേറ്റ് ആവുന്ന സമയത്ത്. ആൻഡ് ദിസ് ഇൻസെൻറ്റീവ് പ്രോഗ്രാം ഈസ് അനൗൺസ്ഡ് ഫോർ ദ ഇയർ 2016 to 2017. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീഫണ്ട് പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻസെൻറ്റീവ് പ്രോഗ്രാം അനൗൺസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2016-17 കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റ് വന്നത്. ഇനി ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓക്യുപ്പൈസ് സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോവിങ് റീസൺ. എന്തൊക്കെ കാരണം കൊണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കിട്ടുന്നത് വെച്ചാൽ ഇത് ആളുകളുടെ സേവിങ് ഹാബിറ്റ് അത് ഒത്തിരി നല്ല രീതിയിൽ റെഗുലറായിട്ട് സേവ് ചെയ്യാൻ ആളുകൾക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്, എൻകറേജിങ് ആണ്. ആൻഡ് പ്രൊവൈഡ്സ് എ ഫീലിംഗ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എൻ്റെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം, ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ ഒരു ഫീലിംഗ് ഓഫ് ഒരു ഓണർഷിപ്പ്, ഒരു ഫണ്ടുള്ള ഒരു സ്കീമിൻ്റെ ഒരു ഓണർഷിപ്പിൻ്റെ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് ആണത്. ആൻഡ് ആക്ട് ആസ് എ സെക്വയർഡ് ഡെഫിനിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റിസർവ് ഫോർ ദ കൺട്രി. അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് ഒരു കൃത്യമായ സെക്വേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിസർവ് കൂടിയാണ് ഇത് രാജ്യത്തിന്. ക്യാപിറ്റൽ ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റീസ് ടു മെമ്പേഴ്സ് ആൻഡ് ഫാമിലി. നമ്മുടെ ആ എംപ്ലോയിയുടെ ഓരോ എംപ്ലോയീസിനെയും അവരുടെ ഫാമിലിക്കൊക്കെ ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സെൽഫ് ഹെൽപ്പ് ഐഡിയയും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സിംപ്ലിസിറ്റി ആൻഡ് ഈസി ടു അഡ്മിനിസ്ട്രേറ്റ്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും മെയിൻറ്റെയിനിങ് ആണെങ്കിലും കുറച്ചുകൂടെ സിമ്പിളാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ടൈപ്പാണ്. ആൻഡ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ ഫ്രം ഗവൺമെൻറ് ഈസ് നോട്ട് റിക്വയർഡ്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ വലിയതായിട്ടുള്ള രീതിയിലുള്ള ഇൻ്റർവീനിങ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ ഫ്രം ഗവൺമെൻറ് ഇതിൽ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ലിമിറ്റഡ് കവറേജ് എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയാസ്, ഏതൊക്കെ ആളുകൾ, ഇതിൻ്റെ എമൗണ്ട്, കാര്യങ്ങൾ, പെർസെൻറ്റേജ് അതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.
ലിമിറ്റഡ് കവറേജ്. ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം cater to the industrial workers in the organized sector which constitute only 9.4% of the total workforce. മൊത്തം ടോട്ടൽ വർക്ക് ഫോഴ്സിൻ്റെ 9.4% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൽ പരിഗണിക്കുന്നുള്ളൂ. പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ ഓർഗനൈസ്ഡ് സെക്ടറിന് ഓൺലി 9.4% മാത്രമേ കവർ ആവുന്നുള്ളൂ. അതാണ് ലിമിറ്റഡ് കവറേജ്. മൊത്തം ആളുകൾ അതിലേക്ക് വരുന്നില്ല. ആൻഡ് ദ ഓർഗനൈസ്ഡ് സെക്ടർ വിച്ച് റെപ്രസെൻറ്റ്സ് 90.6% ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഈസ് ഔട്ട് ഓഫ് ദ കവറേജ് ആൻഡ് ഓഫ് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം. ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമിൽ 90.6% വർക്ക് ഫോഴ്സിൻ്റെ ആളുകൾ എന്താവുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല. അത് അതിൻ്റെ ഒരു പോരായ്മ കൂടിയാണ്. അതാണ് കവറേജ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് കവറേജേ വരുന്നുള്ളൂ. ഓൺലി 9.4% ഒക്കെ അതിൽ ഉൾപ്പെടുന്നുള്ളൂ. ഈവൻ ഓൾ ദ റെഗുലർ സാലറീഡ് എംപ്ലോയിഡ് പേഴ്സൺസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് 15.2% ഓഫ് ദ വർക്കേഴ്സ് ആർ നോട്ട് കവേർഡ്. അതായത് റെഗുലർ സാലറീഡ് എംപ്ലോയീസിൽ തന്നെ 15.2% ആളുകളും എന്താവുന്നില്ല, അതിന് നോട്ട് കവേർഡ് ആയിട്ടായിരുന്നു. ഓൺലി 10.8% സാലറി എംപ്ലോയീസേ അതിൻ്റെ കവറേജിൽ വരുന്നുള്ളൂ. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വർക്കേഴ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് 63.9% ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് are out of the preview of the Provident Fund scheme except those employed in agriculture farms, orchards, gardens, tea, coffee, rubber, cardamom plantations etc. which are mainly in the organized sector. ഓരോ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ആണ് നമ്മളോട് പറയുന്നത്. അഗ്രികൾച്ചർ വർക്കേഴ്സിൽ 63.9% ടോട്ടൽ വർക്കേഴ്സിൻ്റെ മൊത്തം വർക്കേഴ്സിൻ്റെ 63.9% ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട്, ടീ, കോഫി, റബ്ബർ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് സെൽഫ് എംപ്ലോയിഡ് വിച്ച് occupy 53.6% of the total workforce are also not covered by any of the Provident Fund scheme or pension scheme. ഓക്കെ, അതായത് മൊത്തം വർക്ക് ഫോഴ്സിൻ്റെ 53.6% ആണ് അതിൽ വരുന്നത്. സെൽഫ് എംപ്ലോയിഡ് വിച്ച് occupy ഓൺലി 53.6% ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് ആർ ഓൾസോ നോട്ട് കവേർഡ്. അത്രയും ഭാഗമുള്ള ആളുകൾ എന്താവുന്നില്ല, ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല. ഓക്കെ, and in the present era of globalization, liberalization, these schemes do not provide for unemployment benefits which are the need of R. അതായത് ലിബറലൈസേഷനൊക്കെ ഭാഗമായിട്ട് ഈ ഒരു സ്കീം ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എങ്കിൽ കൂടിയും ഇതിപ്പോഴും കവർ ചെയ്യാത്ത ഒരുപാട് ഏരിയാസും കൂടി ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കുക, പഠിക്കുക. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണ്, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ PPF ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ഒക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ.